നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ ചില ഭാരങ്ങൾ താഴെയിടാൻ നിങ്ങൾക്ക് സമയമാകുമ്പോൾ ചില സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അത്തരത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ അഥവാ ഭക്തവത്സലനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുവാൻ സമയമായി എന്ന് തന്നെ അർത്ഥമാക്കാം. എന്താണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ ഏവരും ഒരു നിമിഷം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ഭഗവാന്റെ വിശേഷപ്പെട്ട നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ഏവരും ശ്രമിക്കുക. ജീവിതത്തിൽ വളരെയധികം പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലുണ്ട്. ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടും നിങ്ങൾക്ക് എന്താണോ അർഹതപ്പെട്ടത് അത് ലഭിക്കാതെ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നതായ സാഹചര്യം പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. എന്നാൽ ചിന്തിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണോ എന്ന് സംശയമുണ്ട്. അതായത് നിങ്ങൾ ഇതിലും കൂടുതൽ അർഹിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാതെ പല കാര്യങ്ങളും മാറ്റിവെച്ച് അത്തരത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് നിങ്ങളിലുള്ളത്. നിങ്ങളുടെ വിഷമങ്ങൾ, ഭാരങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളാലും പുറത്ത് പറയുവാൻ സാധിക്കാത്ത വ്യക്തികൾ തന്നെയാണ്. ഏവരും അതേക്കുറിച്ച് അറിയേണ്ടതില്ല, അല്ലെങ്കിൽ അവർ കൂടി വിഷമിക്കേണ്ടതില്ല എന്ന ചിന്തയും നിങ്ങളിലുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ദുഃഖങ്ങൾ ചിലപ്പോൾ സഹിക്കാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. അതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ തകർച്ചയിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ രൂപപ്പെടുക എന്ന കാര്യം നിസ്സംശയം പറയാം. നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്, വിഷമതകളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു സാഹചര്യം. നിങ്ങൾ ആരാധിക്കുന്നത് സാക്ഷാൽ ഭഗവാനെയാണ്, ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ഈ സമയം ലഭിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട്, വേദനിപ്പിക്കുന്നതായ പല കാര്യങ്ങളുമുണ്ട്. അതിൽ പലതും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തൊഴിൽപരമായ വേദനകളാകാം, സ്ട്രെസ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു വിള്ളൽ പ്രശ്നങ്ങളാകാം. അതിൽ പലതും നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ആവശ്യത്തിലധികം ജോലിഭാരം അല്ലെങ്കിൽ പല വിധത്തിലുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾ തന്നെ പ്രവർത്തിക്കേണ്ടതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. ചില വ്യക്തികൾ കൈയൊഴിയുന്നതായ സാഹചര്യം പോലുമുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ ചുമലിലാണ് എന്നതാണ് വാസ്തവം. കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ തന്നെ നോക്കി നടത്തേണ്ടതായ സാഹചര്യം ഉണ്ടാകാം. എന്നാൽ അവയ്ക്കെല്ലാം വേണ്ടി സമയം കളയുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കായി കൂടുതൽ സമയം നീട്ടിവെക്കുകയും നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ പലപ്പോഴും മാറ്റിവെക്കേണ്ടതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. അത്തരം ചില കാര്യങ്ങളിൽ അല്പമെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. നിങ്ങളെ ചില കാര്യങ്ങളെങ്കിലും ഈ സമയം നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളിലും നിങ്ങളുടെ വില മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടതായി വരുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പലപ്പോഴും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ അർഹിക്കുന്നതായ പരിഗണന ലഭിക്കാത്തതായ ഒരു സാഹചര്യമുണ്ട്. എന്നാൽ തീർച്ചയായും അവർ തന്നെ നിങ്ങളെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമോ നിങ്ങളുടെ വില അവർ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമോ ജീവിതത്തിൽ രൂപപ്പെടാൻ പോകുന്നു എന്നതാണ് വാസ്തവം.
പലപ്പോഴും നിങ്ങളുടെ ആത്മാർത്ഥമായ ഇടപെടൽ പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ വേണ്ടപ്പെട്ടവർ അത് മറന്നിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങൾ പലപ്പോഴും കണ്ടില്ല എന്ന് നടിച്ചിരിക്കുന്നതായ സാഹചര്യം പോലും പലരിലുമുണ്ട്. എന്നാൽ അതിനെല്ലാം ഒരു അവസാനം തന്നെയാണ് സംഭവിക്കാനായി പോകുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. ഒരു തിരിച്ചടി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചു എന്നത് വാസ്തവം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷമതകൾ, കണ്ണുനീർ നിങ്ങൾ ഒഴുക്കിയിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ഇതെല്ലാം ജീവിതത്തിന്റെ പല അവസരങ്ങളിലോ പല സാഹചര്യങ്ങളിലോ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാകാം. എന്നാൽ ഇതിനൊരു അവസാനം തന്നെയാണ് സംഭവിക്കാനായി പോകുന്നത്. നെഗറ്റീവായിട്ടല്ല, മറിച്ച് പോസിറ്റീവായി തന്നെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് ഭഗവാന്റെ നിശ്ചയപ്രകാരം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ തന്നെ നിങ്ങൾക്ക് വഴിയൊരുക്കി തരുന്ന സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. സ്ട്രഗ്ലിംഗ് പീരീഡ് നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ സ്ട്രഗിൾ ചെയ്യേണ്ടതായ സാഹചര്യം, അത് ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്ത് ഒരു ഉയർച്ച നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ്. പുതിയ സാഹചര്യങ്ങൾ, അവസരങ്ങൾ നിങ്ങളിലേക്ക് ഭഗവാൻ നൽകും. ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് നൽകുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെയാണ്. പല പരീക്ഷണ ഘട്ടങ്ങളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, തരണം ചെയ്ത വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ. ജീവിതത്തിൽ പുതിയൊരു അധ്യായം, അത് വളരെയധികം വിശ്വാസത്തോടെ തന്നെ, ആത്മവിശ്വാസത്തോടെയും ആത്മധൈര്യത്തോടെയും നിങ്ങൾക്ക് തുടങ്ങുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ അതിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു പരിതസ്ഥിതിയാണ് വന്നു ചേരുക. നിങ്ങൾ ഈ സമയം പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു സമയം കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ സമയം എന്താണ് നിങ്ങളുടെ ഭാരങ്ങൾ, എന്താണ് നിങ്ങളുടെ പ്രയാസങ്ങൾ, അതിനെന്താണ് പോംവഴി എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇത്തരത്തിൽ പല പുതിയ അറിവുകളും നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങുവാൻ, നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും പ്രവർത്തിച്ചു തുടങ്ങുവാൻ, അല്ലെങ്കിൽ എടുക്കേണ്ടതായ ഒരു തീരുമാനം അത് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യമായിരിക്കും രൂപക്കൊള്ളുക. അതായത് പല അവസ്ഥകളിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും. തീരുമാനങ്ങൾ കൃത്യമായി എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമായ പല കാര്യങ്ങളും മുൻപ് നടത്തിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ്. അതിൽ ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യം, പല കാര്യങ്ങളിലും ഒരു വ്യക്തത കുറവ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോയതിന് ശേഷമോ പ്രവർത്തിച്ചു പോയതിനു ശേഷമോ നിങ്ങൾക്ക് വേണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഇനി മുതൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കും. അത്തരം സംസാരങ്ങൾ നിയന്ത്രിക്കുവാൻ സാധിക്കും. നിങ്ങൾ വലിയ പ്രശ്നങ്ങളിൽ നിന്നും കരകയറുന്ന, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളിൽ അകപ്പെടാതിരിക്കുവാനുള്ള ഒരു ചിന്താശക്തി നിങ്ങളിൽ വർദ്ധിക്കും എന്നുള്ളതാണ്. ഈ സമയം സ്ട്രഗ്ലിംഗ് ടൈം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിയുക. എന്ത് ചെയ്താലും അത് കൃത്യമായി മുഴുവിപ്പിക്കുവാൻ, അത് പൂർണ്ണമാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം പോലും ജീവിതത്തിൽ ഉള്ളവരാണ്. അതിലൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കും. അനാവശ്യമായ ഇമോഷൻസ്, ചിലവ്, ഇത്തരം പല കാര്യങ്ങളും നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ നിന്നും ഒരു പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോവുകയാണ്. ഇവിടെ ഭഗവാനാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തും. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾക്ക് അനിവാര്യമായത് അത് നിങ്ങളിലേക്ക് ഭഗവാൻ പകർന്ന് നൽകുക തന്നെ ചെയ്യും.